നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ, അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ. ഒരു നാളിൽ രക്ഷകനാം യേശുനാഥനണഞ്ഞല്ലോ, അന്നാളിൽ അനുഗ്രഹമായി ആശിഷമാരി പൊഴിഞ്ഞല്ലോ. ജീവിതമാം സാഗരത്തിൻ ഓളങ്ങളിൽ തീരം തേടി അലഞ്ഞിടുമ്പോൾ നീ എന്നരികിൽ ഓടിയെത്തി പിന്നാലെ വരുവാൻ അരുളി ചെയ്തു. ഒരു നാളിൽ രക്ഷകനാം യേശുനാഥനാണ്. സുഭാഷിതം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. From that time, Jesus began to preach and to say, Repent, for the kingdom of heaven is at hand. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നാണ്. മശിഹായുടെ വരവിന് വഴിയൊരുക്കുവൻ എന്ന നിലയിൽ യോഹന്നാൻ സ്നാപകൻ ഇസ്രയേലിനോടാണ് ഈ സന്ദേശം പ്രസംഗിച്ചത്. മശിഹ വന്ന് സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഒരുങ്ങുവാൻ അദ്ദേഹം ജനങ്ങളെ വിളിച്ചു. എന്റെ പിന്നാലെ ഒരുവൻ വരുമെന്നും അവൻ എന്നേക്കാൾ ബലവാനാകുന്നു എന്നും അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല എന്നും യോഹന്നാൻ ജനങ്ങളോട് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ മാനസാന്തര സന്ദേശം തന്നെ യേശു കർത്താവും പ്രസംഗിച്ചു തുടങ്ങി എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. യേശു ആരംഭിച്ച ആ പ്രസംഗം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ള യേശുവിന്റെ സന്ദേശം സകല മാനവജാതിക്കും വേണ്ടിയുള്ളതാണെന്ന് മറന്നു പോകരുത്. ഇവിടെ സാക്ഷാൽ സ്വർഗരാജ്യമായ യേശു ക്രിസ്തു തന്നെ മാനസാന്തരപ്പെടുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാനും സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായിത്തീരുവാനും കഴിയുകയുള്ളൂ. ക്രിസ്തുവിന്റെ വഴി പിന്തുടരുന്നതിനായി അവരുടെ ജീവിതഗതി മാറ്റാതെ അല്ലെങ്കിൽ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെടാതെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്നാണ് യോഹന്നാനും യേശുവും പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കേന്ദ്ര വിഷയമാണ് സ്വർഗരാജ്യം. രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നീ പദങ്ങൾ മത്തായി കൂടെ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും പറഞ്ഞിരിക്കുന്നു. മശിഹായുടെ ആദ്യ വരവ് രാജ്യത്തിന്റെ ഉദ്ഘാടനമാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് സ്വർഗരാജ്യത്തിന്റെ വർത്തമാനകാല അനുഭവമാകുന്നു. യേശു ക്രിസ്തുവിന്റെ 2-ാം വരവോടെയാണ് സ്വർഗരാജ്യത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടുന്നത്. സ്വർഗരാജ്യത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഭരിക്കാനുള്ള ദൈവത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമാകുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ്. യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ അവരെ നിയോഗിക്കുന്നു. സ്വർഗരാജ്യത്തിൽ എത്തിപ്പെടുവാൻ നൽകിയിരിക്കുന്ന ഏക മാർഗം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനശക്തി, സ്വഭാവ രൂപവൽക്കരണം എന്നിവയുടെ ആസ്ഥാനമായ ഹൃദയാന്തർഭാഗത്തുണ്ടാകുന്ന രൂപാന്തരത്തെയാണ് മാനസാന്തരം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുന്നവർ എന്ത് ചെയ്യണമെന്ന് മാർക്കോസ് 1:15 എഴുതിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ സുവിശേഷം എന്താണെന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. യേശു ക്രിസ്തുവാകുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുന്നത്. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് യേശു കർത്താവിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ
എല്ലാ പ്രിയപ്പെട്ടവരെയും ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്.